കോൺഗ്രസിൽ ഇവരുടെ മുൻഗാമികളൊക്കെ നേരത്തെ ശ്രീലാലും പറഞ്ഞൊരു കാര്യമുണ്ട്. മുൻഗാമികളൊക്കെ പയറ്റി തെളിയിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഏറ്റവും അവസാനം എത്തുക. അവസാനം ഇന്നാരോ എഴുതിയ പോലെ എങ്ങനെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നാൽ മതിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു തലം വരെ കൊണ്ടെത്തിക്കുക. ഈ ചില സിനിമയ്ക്കൊക്കെ പോയിരുന്നിട്ട് ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നീണ്ടുപോകുന്ന അനന്തമായി നീണ്ടുപോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു മടുപ്പുണ്ടല്ലോ. അപ്പോൾ പിന്നെ തർക്കിക്കാനൊന്നും പിന്നെ സ്കോപ്പില്ലാതെ വരും എന്ന് കരുതുന്ന ഒരു തന്ത്രം അതിനകത്തുണ്ട്. അത് നന്നായി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം പക്കവും സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ടില്ല എന്നതുകൂടി കാണണം. അതിലും ഏറ്റവും രസകരമായ കാര്യം പ്രേംകുമാർ ഇതേക്കുറിച്ച് പറയുമ്പോൾ വി ഡി സതീശൻ വളരെ അങ്ങ് ആവർത്തിച്ച് പറയുകയാണ്, ഒരു തർക്കവുമില്ല, ഉറങ്ങാത്തത് കൊണ്ടാണ് 3-4 ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, എന്നാൽ പിന്നെ മാധ്യമ സുഹൃത്തുക്കളെ ചോദിച്ചൂടെ, ഒരു തർക്കവും ഇല്ലെങ്കിൽ അങ്ങേക്ക് സുഖമായി കിടന്നുറങ്ങിക്കൂടെ, എന്തിനും ഇനി ഉറക്കളക്കണം എന്ന് ചോദിക്കാവുന്നതാണ്. അങ്ങനെ പറയുകയാണ്. ഇന്ന് രാവിലെ ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, ആ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.